ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ആർട്ട് വർക്കുകളാണ് കാണിക്കുന്നത്. വീഡിയോ തുടങ്ങുന്ന മുന്നേ തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു വർക്കിലേക്ക് കടന്നാലോ. ആദ്യത്തെ ഒരു വർക്ക് ഇത്തിരി കളർഫുള്ളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേജിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സർക്കിളാണെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക, നല്ല സ്ക്വയറോ ഏതെങ്കിലും ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു പെറ്റൽ വരുന്ന രീതിയിൽ ഇങ്ങനെ തുടർന്ന് ആ ഒരു പേജ് മുഴുവനായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഏകദേശം എല്ലാ ഷേപ്പുകൾക്കും ഒരേ വലിപ്പം തന്നെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഓരോ ഷേപ്പിനുള്ളിലും ഇതുപോലെ ഒന്ന് കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒറ്റ കളറിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ഫൈനൽ ലുക്ക് വരുന്ന ടൈമിൽ ഇത്തിരി കൂടെ ഭംഗി ഉണ്ടാവുക. ഇനിയിപ്പോൾ കളേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡാർക്ക് കളേഴ്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിനുള്ളിൽ കളേഴ്സ് മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പെറ്റൽസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ആകുമ്പോഴാണ് ആ ഫ്ലവേഴ്സ് ഒന്ന് എടുത്ത് കാണിക്കുള്ളൂ. ഇങ്ങനെ എല്ലാ ഷേപ്പിനുള്ളിലും കളേഴ്സ് ഫില്ല് ചെയ്ത ശേഷം ആദ്യത്തെ ഒരു സെൻറ്ററിൽ വരച്ചെടുത്ത ഷേപ്പിനുള്ളിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷേപ്പിൽ ഇതുപോലെ പകുതി ഭാഗത്തു നിന്ന് തുടങ്ങുന്ന രീതിയിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ചിട്ട് ഇതുപോലെ പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ പെറ്റൽസ് കംപ്ലീറ്റ് ഒന്ന് വരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിൽ വരുന്ന പെറ്റൽസാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി വലുപ്പത്തിൽ ഇത്തിരി ഗ്യാപ്പ് കുറച്ചിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. ഇനി പെറ്റൽസിന് പകരം ലൈൻസോ അല്ലെങ്കിൽ സർക്കിൾസോ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പെറ്റൽസിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൂടെ വരച്ചെടുക്കാം. കളേഴ്സ് ഫില്ല് ചെയ്ത ശേഷം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരം ഒറ്റ കളറിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഒക്കെ വരച്ചതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന സ്പേസിലൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഷേപ്പുകളുടെയും മുകളിലും സൈഡിലൊക്കെ വരുന്ന ഗ്യാപ്പിൽ ഓരോ പെറ്റൽസിനോട് ചേർന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ വലിപ്പം അതുപോലെ തന്നെ ഷേപ്പുകളുടെ ഒക്കെ വലിപ്പം കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറേ കളേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ചെയ്തെടുത്തതാണ്. ഇനി 1, 2, 3 ഷേപ്പുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത്രയും വലുപ്പത്തിൽ ഒന്ന് വരച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനുള്ളിലായിട്ട് വലിയ പെറ്റൽസ് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് കൂടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഭാഗങ്ങളും ഫില്ല് ചെയ്തെടുത്ത ശേഷം സ്കെച്ച് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജെൽ പെന്നോ അല്ലെങ്കിൽ നോർമൽ പെന്നോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ലൈൻ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗിൽറ്റർ പെന്നിൻ്റെ ജെൽ പെന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിലും ഓരോ ലൈൻ വീതം വരച്ചു കൊടുത്തിട്ട് എൻഡിലായിട്ട് ഒരു ഡോട്ട് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വർക്കിൽ 2 കളറിലുള്ള പെന്നുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കളർ തോന്നുന്ന പെറ്റൽസിനുള്ളിലൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ആഷ് കളറും ലൈറ്റ് കളേഴ്സ് വരുന്ന പെറ്റൽസിനുള്ളിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ആഷ് കളറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ പെറ്റൽസിനുള്ളിലും ഒരേ കളറിന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഫൈനൽ ലുക്കിൽ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 കളേഴ്സായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ചെയ്യാനൊക്കെ സിമ്പിളാണ്. ലാസ്റ്റ് ഭാഗത്തെ ഫില്ലിങ്സ് മാത്രം ഇത്തിരി ടൈം എടുക്കുന്നുള്ളൂ. ഓരോ ഗ്യാപ്പും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണമെന്നുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പേജിൽ ഇതുപോലെ ചെരിഞ്ഞ ലൈൻസാണ് കൊടുക്കുന്നത്. ലൈൻസിൻ്റെ ഗ്യാപ്പ് കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്ന ടൈമിൽ ഓരോ ഡിസൈൻസും വലുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ടാവും. ഇനി ഈ ഒരു സൈഡിലുള്ള ലൈൻസ് വരച്ച ശേഷം അടുത്തൊരു സൈഡിലോട്ടും ഇതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലോട്ടും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളൊന്നും ആക്കിയെടുക്കുക. അതിനുശേഷം ഓരോ കോളത്തിൻ്റെ ഉള്ളിലും 4 സൈഡുകളിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തെങ്കിലും പിന്നെ നേരിട്ട് തന്നെ സ്കെച്ച് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു 4 മുലകൾ ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു ഷേപ്പ് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഷേപ്പുകൾക്കും ഒരേ വലുപ്പം തന്നെ കിട്ടണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോ കോളത്തിനുള്ളിലും ഇതുപോലെ തന്നെ 4 സൈഡുകൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക.
കർവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സർക്കിളല്ല സ്ക്വയർ അല്ലാത്ത രൂപത്തിലായിരിക്കും ഫൈനലായിട്ട് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ കംപ്ലീറ്റ് വരച്ച് കഴിഞ്ഞ ശേഷം ഈ ഒരു വരച്ചെടുത്ത ഷേപ്പുകളുടെ ഉൾഭാഗത്തൊക്കെ ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് 2 കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബ്ലാക്കും പിന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു കളറും. അപ്പോൾ ഈ ഒരു ഷേപ്പിനുള്ളിലായിട്ട് ഈ ഒരു കളർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഷേപ്പുകളുടെ മാത്രം ഉൾഭാഗത്തൊന്ന് കളേഴ്സ് ഫില്ല് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ഓരോ ജോയിൻസിലുള്ള സ്പേസും ഒന്ന് ബ്ലാങ്ക് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്ത ശേഷം ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് കളേഴ്സ് ഫില്ല് ചെയ്യാതെ തന്നെ നല്ല ഭംഗിയിൽ വരച്ചെടുക്കാം. വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിനുള്ളിലൊക്കെ വൈറ്റ് കളറാക്കിയിട്ട് നിർത്തി കൊടുത്തിട്ട് ഓരോ ജോയിൻസിൽ വരുന്ന ഗ്യാപ്പിലും ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിനുള്ളിലായിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ജോയിൻസ് ഒക്കെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പത്തിൽ തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. ഇനി എല്ലാ ജോയിൻസും കംപ്ലീറ്റ് ചെയ്ത ശേഷം ചെയ്താൽ മതി ബാക്കി ഡിസൈനെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടെ ഒപ്പം തന്നെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബാക്കി ഡിസൈനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ വരച്ചെടുത്ത ഷേപ്പിൻ്റെ ഉൾഭാഗത്തായിട്ട് സ്പൈറലാണ് വരച്ചെടുക്കുന്നത്. ആ ഒരു ഷേപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മുകളിലോട്ട് വലുതായി വലുതായി വരുന്ന രീതിയിൽ സ്പൈറലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്പേസുകളിലും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഉൾഭാഗത്തായിട്ടൊക്കെ സ്പൈറൽസ് വരച്ചെടുക്കുകയും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. വരച്ച് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന കൂട്ടുകാർക്കും ഇനിയിപ്പോൾ സ്ട്രെസ്സായിട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ മൈൻഡൊക്കെ ഒന്ന് കാമാക്കാനും റിലാക്സ് ആവാനൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ വർക്കുകളാണ് ഒട്ടുമിക്ക വർക്കുകളും. ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ ജോയിൻസിൽ വരുന്ന സ്പേസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ മാത്രമേ കുറച്ച് ടൈം വേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് അങ്ങ് വരച്ച് പോകാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസിലായിട്ട് അറിയിക്കുക. പിന്നെ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാനും മറക്കല്ലേ. ഒത്തിരി പേര് വീഡിയോസൊക്കെ കണ്ട് പോകുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊന്നും പറയാറില്ല. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ലൈൻസ് ചെരിഞ്ഞ രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സൈഡിലും ഇതുപോലെ തന്നെ ചെരിഞ്ഞ രീതിയിൽ ലൈൻസ് കൊടുത്തിട്ട് ഒന്ന് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇത്തിരി വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു കോളങ്ങളൊക്കെ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓരോ കോളത്തിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും വരുന്നൊരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സർക്കിൾസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വലിപ്പം കുറഞ്ഞത് മുതൽ കൂടിയിട്ട് വീണ്ടും കുറഞ്ഞ് വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു സർക്കിൾസിൻ്റെ ഒക്കെ ജോയിൻസിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ലൈനിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ലൈനിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം സർക്കിൾസ് ഇങ്ങനെ വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ജോയിൻസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നേരത്തെ വരച്ചെടുത്ത എല്ലാ ഷേപ്പുകളുടെ ഉൾഭാഗത്തും സർക്കിൾസ് ഒക്കെ വരച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ബ്ലാക്ക് സ്കെച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്കിന് പകരം കളേഴ്സായിട്ട് ഓരോ ലൈനിലും ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എൻ്റെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കഴിയുന്ന ടൈമിൽ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മിസ്റ്റേക്ക് മീൻസ് ആ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ സൈഡിൽ വരുന്ന ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത ടൈമിലൊന്നും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് ആ ഒരു ഭാഗം കണ്ടത്. അപ്പം പിന്നെ അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു കർവ് ചെയ്തിട്ടുള്ള ലൈനിനുള്ളിൽ കൊടുത്ത ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ മാത്രം ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് ഉൾഭാഗം ഒന്ന് ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. അതിനുശേഷം സൈഡിലൊക്കെ വരുന്ന ഡിസൈൻ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇനി അതല്ല ഫുള്ളായിട്ട് ഇതുപോലെ സർക്കിൾസ് വേണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇനി കംപ്ലീറ്റ് ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുത്ത ശേഷം ആദ്യം ലൈറ്റായിട്ട് വരച്ചെടുത്ത ലൈൻസുകൾ ഒന്ന് ഇതുപോലെ സ്കെച്ച് കൊണ്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലോട്ടും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ലൈൻസുകളും വരച്ചെടുത്താൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ക്വയറിനുള്ളിൽ ഒരു ഷേപ്പ് നിൽക്കുന്ന രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് സൈഡിലോട്ടാണോ ഡിസൈനിൻ്റെ കർവ് വരുന്നത് ആ ഒരു സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ കർവ് ചെയ്തിട്ടുള്ള ലൈന് ആ ഒരു കോളത്തിൻ്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ടൊന്ന് വരച്ചെടുക്കുക.
ഇതുപോലെ തന്നെ അടുത്തൊരു ഭാഗത്ത് അടുത്ത സൈഡിലോട്ടായിട്ട് കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. രണ്ട് സൈഡിലോട്ടായിട്ട് മാറി മാറിയിട്ട് ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്. ഈ കാര്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിനുള്ളിൽ മാത്രം കുറച്ച് സ്പേസിൽ ഫില്ല് ചെയ്തെടുക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ വരച്ച് കഴിയും. ഈ ലൈൻസ് വരക്കാനാണെങ്കിലും വലിയ പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ രണ്ട് സൈഡിലോട്ടായിട്ട് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ കോളങ്ങളാണ് വേണ്ടതെങ്കിൽ നേരത്തെ ചെറുതാക്കി വരച്ച പോലെ തന്നെ ആദ്യം വരക്കുന്ന കോളങ്ങളൊന്ന് ചെറുതാക്കിയിട്ട് വരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഓരോ കോളങ്ങളും വരച്ചെടുത്തിട്ടുള്ളത്. ഇനി എല്ലാ കോളത്തിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ഫില്ല് ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചെരിഞ്ഞ രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ സ്കെയിൽ വെച്ചിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇനി അടുത്തൊരു സൈഡിലോട്ടും ഇതുപോലെ തന്നെ ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെരിഞ്ഞ രീതിയിൽ നിൽക്കുന്ന കോളങ്ങളാക്കി എടുക്കുക. ലൈൻസ് ഒക്കെ വരച്ചെടുക്കുന്ന ടൈമിൽ ഇത്തിരി കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും വരച്ച ശേഷം ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലൈൻസിൻ്റെ മുകളിലൂടെ ഒക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓരോ ഷേപ്പിൻ്റെ ഉൾഭാഗത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം വരക്കാനുള്ളത് ആദ്യം പെൻസിൽ വെച്ച് വരച്ചെങ്കിലും പിന്നീട് അത് സ്കെച്ച് ഉപയോഗിച്ചിട്ട് വരക്കുന്ന ടൈമിൽ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം മുകളിലായിട്ട് ലൈൻസോ ഡിസൈൻസോ ഒക്കെ ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒറ്റ കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഒറ്റ കളർ മീൻസ് ബ്ലാക്കിൻ്റെ കൂടെ വേറെ ഒരു കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ മിക്സഡ് കളേഴ്സാണ് വേണ്ടതെങ്കിൽ ഈ ഓരോ കോളത്തിലും ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ കോളത്തിനുള്ളിലും കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം കോളത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഡോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ആ ഒരു ഷേപ്പിനുള്ളിൽ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചെടുക്കുക. ഏകദേശം ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ലൈൻസും ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഷേപ്പുകളുടെ ഉള്ളിലും ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വർക്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ലൈൻസ് വരച്ച ശേഷം നേരിട്ടിട്ട് തന്നെ ഓരോ ഷേപ്പിനുള്ളിലും ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ആ ഒരു ഷേപ്പിലോട്ടായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടി കൂട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഓരോ ജോയിൻസിലും ഇത്തിരി കർവ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ടി കൂട്ടിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്കും സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ്. ഒട്ടും വരക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വർക്കാണ്. ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ വർക്കുകളും അതുപോലെ തന്നെയാണ്. പക്ഷേ അതിലും എളുപ്പത്തിൽ തന്നെ ഈ ഒരു 1-2 വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വേറെയുള്ള ഡിസൈൻസ് ഒന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ വെറും ലൈൻസുകൾ മാത്രമേ കാര്യമായിട്ട് ഈ ഒരു വർക്കിലൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വർക്കിൽ വരുന്നത്. വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.